ഇത്രയും കാലത്തെ എൻ്റെ ഹൃദ്രോഗ ചികിത്സയുടെ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഹൃദ്രോഗത്തിന് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ജനിതകമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പോലും ഒരു ഫോൾട്ട് ഇല്ലാതെ നമ്മുടെ ഹൃദയത്തിന് കൂടിയ റിസ്കിലേക്ക് നമ്മൾ പോവാം. പക്ഷെ പലർക്കുള്ളൊരു സംശയം എന്താ വെച്ചാൽ അവർക്ക് ജനിതക റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? കാരണം പലർക്കും അച്ഛനും അമ്മക്കൊന്നും ഹാർട്ടിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവര് വിചാരിക്കുക എനിക്ക് ജനിതകമായിട്ട് പാരമ്പര്യമായിട്ട് ഒരു റിസ്ക്കും ഇല്ല. അത് ശരിയല്ല. നമുക്ക് ഹാർട്ടിന്റെ ജനിതക റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള മനസ്സിലാക്കാനുള്ള ചില സൂചനകൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അപകടകരവുമായിട്ടുള്ള ഒരു സൂചന എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള ഒരു റിസ്ക് തരുന്നുണ്ട്. പലപ്പോഴും ഹാർട്ടിന്റെ കറണ്ടുമായി ബന്ധപ്പെട്ട ചാനലോപ്പതി എന്ന് പറയുന്ന അസുഖം ഉള്ള കുടുംബങ്ങളിൽ ഒരുപാട് പേര് കുഴഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. 30% ജനിതകപരമായിട്ടുള്ള ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ തലകറക്കത്തോടെയും കുഴഞ്ഞു വീഴലുമായിട്ടാണ് പുറത്തേക്ക് വരിക, നെഞ്ചുവേദന ആയിട്ടല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ പ്രധാന സൂചന എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറുപ്രായത്തിൽ ഹാർട്ടിന്റെ അറ്റാക്ക് വരിക, ബ്ലോക്ക് വരിക. എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പുരുഷന് 55 വയസ്സിന് മുമ്പെയോ സ്ത്രീക്ക് 65 വയസ്സിന് മുമ്പെയോ ഹാർട്ടിന്റെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറ്റിക്കലി ഒരു റിസ്ക് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേഷൻസിന്, നമ്മുടെ പാരൻസിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കണം. മറ്റൊരു പ്രധാന സൂചന, കുടുംബത്തിൽ ആർക്കെങ്കിലും അമിതമായ കൊളസ്ട്രോളിന്റെ അളവ് കൂടുക. അവരധികം ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടാവില്ല, പക്ഷെ കൊളസ്ട്രോൾ എപ്പോൾ നോക്കിയാലും ഭയങ്കര കൂടുതലായിരിക്കും. ഇത് ഹാർട്ടിന് റിസ്ക് ഉണ്ടാകും. ഏകദേശം 250 ഒരാൾക്ക് എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറയുന്ന അവസ്ഥ കുടുംബത്തിൽ ഉടനീളം കാണാനുള്ള സാധ്യതയുണ്ട്. വേറൊരു സൂചന എന്ന് പറയുന്നത്, ഹൃദയത്തിന്റെ മസിൽസ് കട്ടി കൂടുന്ന അവസ്ഥ, ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന അവസ്ഥ. ഇത് വളരെ സാധാരണയായിട്ട് പലപ്പോഴും കാണും. 500 ഒരാൾക്ക് എന്നുള്ള രീതിയിൽ ഈ അവസ്ഥയുണ്ട്. ഇത് പാരമ്പര്യമാണ്. എൻ്റെ പല രോഗികൾക്കും HCM എന്ന് പറയുന്ന ഈ അവസ്ഥ കാണുമ്പോൾ അവരുടെ മക്കളെയും അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളുടെയും എക്കോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയാറുണ്ട്. HCM ഉള്ള ചില വ്യക്തികൾക്കെങ്കിലും ഹൃദയത്തിന് അപകടകരമായ മിടിപ്പിന്റെ അസുഖങ്ങൾ കാണാറുണ്ട്. ജനിതകത്തിന്റെ മറ്റൊരു ക്ലൂ എന്താന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിൽ തന്നെ കുറെ പേർക്ക് ഒരേ അസുഖം ഹൃദയ സംബന്ധമായിട്ട്, ഇതിനെ നമ്മൾ ജനറ്റിക് ക്ലസ്റ്ററിങ് എന്ന് പറയും. കുടുംബത്തിൽ തന്നെ കുറെ കുട്ടികൾക്ക് ജന്മനാ ഹൃദയത്തിൽ ദ്വാരം വരിക, ചില കുടുംബങ്ങളിൽ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഒരുപാട് പേർക്ക് സംഭവിക്കുക, ഹാർട്ടിന്റെ ബ്ലോക്ക് ഒരുപാട് പേർക്ക് സംഭവിക്കുക. ഇതെല്ലാം ജനറ്റിക് ക്ലസ്റ്ററിങ് ആണ്. ഇങ്ങനെ ഇതുപോലുള്ള ജനിതകപരമായ ഹൃദയ പ്രശ്നങ്ങൾ കണ്ടെത്താൻ ജനിതക ടെസ്റ്റുകളുണ്ട്. ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ജനറ്റിക് കൗൺസിലിംഗ് വേണം. നമ്മളൊരു ജനറ്റിക് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടാക്കണം. ഇതുപോലുള്ള വ്യക്തികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഹാർട്ട് ചെക്കപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തെങ്കിലും പ്രശ്നം മുൻകൂട്ടി തടയാൻ വേണ്ടിയിട്ട് പലപ്പോഴും ചില മാർഗങ്ങളുണ്ട്.